ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഗീതു വിജയലക്ഷ്മിനെ വിളിച്ച് ഫോം വെക്കുവാണ്. വിജയലക്ഷ്മി മനസ്സിൽ പറയുന്നുണ്ട്, എനിക്കറിയാം ഗീതു, നീ ഗോവിന്ദനെ നന്നായിട്ട് എന്നെ പ്രണയിക്കുന്നുണ്ട്, പക്ഷെ നിനക്കത് പുറത്ത് പറയാൻ വയ്യ, ഉള്ളിലൊരു ഭയം, അതുകൊണ്ടിട്ടാണ് നീ ഇങ്ങനെയൊക്കെ കാണിക്കണത്. അല്ലെങ്കിലും അവൻ എന്താ അപകടം പറ്റിയാൽ നിനക്കെന്താ എന്ന് വിചാരിച്ചാൽ പോരെ? എന്തായാലും നിൻ്റെ ഉള്ളിലുള്ള പ്രണയം പുറത്ത് കൊണ്ടുവന്നേ പറ്റൂ, എങ്കിലേ എൻ്റെ ലക്ഷ്യങ്ങൾ നിറവേറൂ എന്ന് വിജയലക്ഷ്മി മനസ്സിൽ പറയാണ്. ശേഷം കാണിക്കുന്നത് ഗീതുവിനെയാണ്. ഗീതു ഓരോരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുകയാണ്. രാധികാമ്മ അവരെങ്ങനെയും പുറത്ത് ചാടിപ്പിച്ചേ പറ്റൂ എന്നൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് മതിലൊക്കെ ഇങ്ങനെ അടിക്കുവാട്ടോ. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ കാഞ്ചന റൂമിൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ട് രേഖ വരുന്നുണ്ട്. എന്താ കാഞ്ചന ഒളിഞ്ഞു നോക്കണം ചോദിക്കുമ്പോൾ അത് കണ്ടോ എന്ന് പറയുവാണ്. കണ്ട ഗീതു പാപ്പക്ക് പ്രാന്താണ്, പ്രാന്തെന്ന് പറയുമ്പോൾ ഇതേ അനാവശ്യം പറയുമെന്ന് പറയുമ്പോൾ കണ്ടു നോക്ക്, തന്നെത്താനെ സംസാരിക്കുക, മതിലിൽ പിടിച്ചടിക്കുക, ശരിക്കും നോക്കാൻ പറയുവാണ്. അങ്ങനെ രേഖ നോക്കുമ്പോഴേക്കും ഗീതു അങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം വെള്ളം കുടിക്കുവാണ് ഗീതു. കാഞ്ചന പറയുന്നുണ്ട്, കണ്ടു പ്രാന്തുള്ളവരുടെ ആദ്യ ലക്ഷണമാണ് വെള്ളം കുടി. ഇവരിങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. ആദ്യം ഒരു ഗ്ലാസ്, പിന്നെ ഒരു കലം, പിന്നെ ഒരു ടാങ്ക് ഫുള്ള് വെള്ളം കുടിക്കൂ, എത്ര കുടിച്ചാലും ദാഹം മാറില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ കാഞ്ചന ഗീതുവിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കാഞ്ചനക്ക് ഒരു നാഗവലിനെ പോലെയാണ് ഗീതുവിനെ തോന്നുന്നത്. നാഗവലിയുടെ ഡ്രസ്സ് വിട്ട് നാഗവലിനെ പോലെ ഡാൻസ് കളിച്ച് തൻ്റെ അടുത്തേക്ക് വരുന്ന ഗീതുവിനെ കണ്ടിട്ട് പേടിച്ചിരിക്കുവാണ് കാഞ്ചന അടുത്ത് പെട്ടെന്ന് നോക്കുമ്പോഴേക്കും ഗീതു നോക്കുമ്പോൾ കാഞ്ചന ഇങ്ങനെ ആകെ പേടിച്ച് നിൽക്കുന്നതാട്ടോ കാണുന്നത്. അപ്പോൾ ഗീതു എന്താണ് കാഞ്ചനയെ പേടിച്ച് നിൽക്കണമെന്ന് അറിയാൻ വേണ്ടി കാഞ്ചന എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് പോകുമ്പോഴേക്കും അയ്യോ എന്നൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോവാണ്. രേഖ പറയുന്നുണ്ട്, എന്താ ഗീതു ഇതൊക്കെ എന്ന് പറയുമ്പോൾ എന്താ ചേച്ചി, അല്ല നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കണമെന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും കൂടി എന്നെ പ്രാന്തിയാക്കിയില്ലേ, അവരെല്ലാവരുടെ മുമ്പേ എന്നൊരു പ്രാന്തിയാക്കിയില്ലേ എന്ന് പറയുമ്പോൾ നിനക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് എല്ലാവർക്കും അറിയാം. ഇല്ല, എന്നെ പ്രാന്തിയാക്കി, അവരുടെ വായിൽ തന്നെ ഞാൻ പറയിപ്പിക്കും എനിക്ക് പ്രാന്തില്ല എന്ന്. അവരങ്ങനെ ഞാൻ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ ഗീതു നിൻ്റെ ഉദ്ദേശം എന്താ മോളെ? അതൊക്കെ രേഖ ചേച്ചിക്ക് വഴിയേ മനസ്സിലാവും. എനിക്ക് നല്ല ക്ഷീണം രേഖ ചേച്ചി, ഞാൻ കുറച്ച് നേരം കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഗീതു അകത്തേക്ക് കയറി പോവാണ്. അതിനുശേഷം വാതിൽ കുറ്റിയിടാണ്. രേഖ അങ്ങോട്ട് അപ്പുറത്തേക്കും പോവാട്ടോ. ഗീതു ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, രാധികാമന പുറത്ത് ചാടിപ്പിച്ചേ പറ്റുമെന്ന്. അതിനുശേഷം കാണിക്കണ ഗോവിന്ദനെയാണ്. ഗോവിന്ദൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം നടന്ന സംഭവങ്ങളൊക്കെ ആലോചിക്കുക കേട്ടോ. ഗീതു ഒരാൾ കാണിച്ചു കൂട്ടിയത്. അങ്ങനെ ഗോവിന്ദൻ മനസ്സിൽ വിചാരിക്കുകയാണ്, അവൾ ഇല്ലാത്ത കാര്യങ്ങൾ ഉള്ളതായിട്ട് ചിന്തിക്കുകയാണ്. അവളുടെ മാനസിക നില ശരിക്കും തെറ്റിയിട്ടുണ്ട്. അവൾ എത്രയും പെട്ടെന്ന് പഴയ ഗീതുവിലേക്ക് തിരിച്ചു കൊണ്ടുവന്നേ പറ്റും. ശരിക്കും പറഞ്ഞാൽ അവളുടെ മാനസിക നില തെറ്റാൻ കാരണം ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഞാൻ തന്നെ മുൻകൈ എടുത്ത് അവളുടെ ഈ മാനസിക നില പഴയൊരവസ്ഥയിൽ കൊണ്ടുവന്നേ പറ്റൂ. പാവം ഗീതു, അവൾ ചില കാര്യങ്ങൾ ഉള്ളതായിട്ട് കാണുന്നത് പോലെ തോന്നുന്നതാണെന്ന് തോന്നുന്നു. പാവം, അവളുടെ അസുഖം അവളെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കണമെന്ന് ഗോവിന്ദ് വിചാരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ അവർണിക കിഷോറിനോട് പറയുകയാണ് AGM ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്ന്. ആ സമയത്ത് കിഷോർ പറയുന്നുണ്ട് അവർക്ക് എനിക്കത് പറ്റില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പറ്റില്ല? എനിക്ക് മനസ്സിലായി, ഇത്ര നാൾ സ്ഥാപനത്തിൻ്റെ MD ആയിട്ടുള്ള നിനക്ക് പെട്ടെന്ന് ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാൻ പറയുമ്പോൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലല്ലേ? അതേ അവർണിക, അത് തന്നെയാണ് കാര്യം എന്ന് കിഷോർ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, നീ എന്തായാലും അവിടെ ജോയിൻ ചെയ്തേ പറ്റൂ എന്ന് പറയാണ്. നോക്ക്, നിനക്ക് വേണ്ടി 1-2 കോടിയല്ല 250 കോടിയാണ് ഞങ്ങൾ കളഞ്ഞത്, അതറിയാലോ നിനക്ക്. അതുകൊണ്ട് നീ എന്തായാലും അവരുടെ കമ്പനി ജോയിൻ ചെയ്യണം എന്ന് പറയുകയാണ്. അതിനുശേഷം കിഷോർ പറയുന്നുണ്ട്, അവരുടെ കമ്പനി ഞാൻ ജോയിൻ ചെയ്യണില്ല, വേറെ ഏതെങ്കിലും IT സൊല്യൂഷനിൽ ഞാൻ ജോയിൻ ചെയ്തോളാം എന്ന് പറയുമ്പോൾ വേറെ എവിടെ ജോയിൻ ചെയ്യണമെന്ന് നീ പറയണത്? കൂടി പോയി നിനക്ക് 50,000 രൂപ കിട്ടും, അതിൽ കൂടുതൽ എന്ത് കിട്ടാനാണ്? അതുകൊണ്ട് ഈ 250 കോടി നിനക്ക് നികത്താൻ പറ്റുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് മര്യാദയ്ക്ക് കാര്യം പറഞ്ഞേക്കാം, നീ എന്തായാലും AGM ഗ്രൂപ്പിൻ്റെ കീഴിൽ വർക്ക് ചെയ്തേ പറ്റും. അവരുടെ നല്ല മനസ്സ് കാരണം അവരുടെ കമ്പനിയിൽ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ പോലും ചെറിയൊരു ഔദാര്യം നമുക്ക് വേണ്ടി ചെയ്ത് തന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ കമ്പനി വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മുടെ കടവും കാര്യങ്ങളൊക്കെ വീട്ടിയേ പറ്റൂ. അപ്പോഴേക്കും നമ്മുടെ രഘുരാം വരുന്നുണ്ട്. മോള് മതി എന്ന് പറയുവാണ്. അതിനുശേഷം നോക്ക് കിഷോർ, നീ ജയിലിൽ കിടന്ന സമയത്ത് നിൻ്റെ ഭാര്യ ഉണ്ടല്ലോ, എൻ്റെയും മകള് നിനക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും നഷ്ടപ്പെടുത്താം, നിന്നെ രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് എൻ്റെ മുമ്പിൽ കരഞ്ഞവളാണ്. ലോകത്ത് ഒരു ഭാര്യയും ഇത്രയും പൈസകൾ മുടക്കിയിട്ട് ഒരു ഭർത്താവിന് ഇതുപോലെ ഇറക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ഇപ്പം അവളുടെ കയ്യിൽ 10 പൈസ പോലില്ല, നീയാണ് വലുത്, നിന്നെക്കാളും വലുതായിട്ട് ഒന്നുമില്ല എന്ന് കരുതുന്നവളാണ് എൻ്റെ മോള്. ഇവിടെ ചതിക്കാൻ നോക്കിയാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും എന്ന് പറയാണ്. എന്തായാലും ഗോവിന്ദ് അവരുടെ കമ്പനി തന്നെ പാർഷ്യലി പാർട്ട്ണർഷിപ്പായിട്ട് നമ്മളെ വിളിച്ചിട്ടുണ്ട്. അത് അവൻ്റെ വലിയ മനസ്സ്, അത് നമുക്ക് എന്തായാലും ചെയ്തേ പറ്റൂ. നീ അവിടെ ജോയിൻ ചെയ്യണം. നീ മാത്രമല്ല, നമ്മുടെ കമ്പനിയിലെ നല്ല നല്ല സ്റ്റാഫുകളെല്ലാം തന്നെ ഞാൻ വിളിച്ചിട്ടുണ്ട്, എല്ലാവരും കൂടി ഒരുമിച്ച് ജോയിൻ ചെയ്യണം എന്നൊക്കെ പറയുവാണ്. ആ സമയത്ത് കിഷോർ പറയേണ്ടിയില്ല, എനിക്ക് പറ്റില്ലെന്ന് പറയുമ്പോഴേക്കും രഘുരാം പറയുന്നുണ്ട്, പറ്റണം, അല്ലെങ്കിൽ നിന്നെ തൂക്കിയെടുത്തുകൊണ്ട് പോകാനൊക്കെ എനിക്കറിയാം എന്ന് പറയുവാണ്. അതിനുശേഷം നമ്മുടെ കിഷോർ മനസ്സിൽ വിചാരിക്കുകയാണ്, ഗീതുവിൻ്റെ കമ്പനിയിൽ അവളുടെ ജോലിക്കാരായിട്ട് ഞാൻ എങ്ങനെ തുടരും? ഇല്ല, ഒരിക്കലും ഇല്ല എന്നൊക്കെ പറയുവാട്ടെ മനസ്സിൽ.
അതിനുശേഷം കാണിക്കുന്നത് കാഞ്ചനനെയാണ്. കാഞ്ചനടുത്ത് കാഞ്ചന ചേച്ചി, കാഞ്ചനക്ക എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ട്. ഗീതു ആണെന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്യണേ ഇല്ല. നമ്മുടെ കാഞ്ചന മൈൻഡ് ചെയ്യണേ ഇല്ല കേട്ടോ. ആ സമയത്ത് രേഖ വരുന്നുണ്ട്. എന്താ ഗീതു ചോദിക്കുമ്പോൾ, അല്ല കാഞ്ചനക്കനെ വിളിച്ചിട്ട് കാഞ്ചനക്ക വരുന്നില്ല എന്നിങ്ങനെ പറയുവാണ്. ആ സമയത്ത് കാഞ്ചന വരുന്നുണ്ട്. എന്താ കാഞ്ചനക്ക എന്നെ പേടിയാണോ, എനിക്ക് പ്രാന്താണെന്ന് വിചാരിച്ചിട്ടാണോ എൻ്റെ അടുത്ത് വരാത്തതെന്ന് പറയുമ്പോൾ, വേണ്ട ഗീതു പാപ്പ എൻ്റെ അടുത്ത് വരരുത് എന്ന് പറയുമ്പോൾ, ഇങ്ങനെ എന്താ കാഞ്ചനക്ക് ഇങ്ങനെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല നോക്ക് എന്നൊക്കെ ഞാൻ പറയുവാണ്. വേണ്ട ഗീതു പാപ്പ എൻ്റെ അടുത്ത് മട്ടും വരാതെ എന്നൊക്കെ ഞാൻ പറഞ്ഞ് പേടിച്ചിരിക്കുക കേട്ടോ. ആ സമയത്ത് ഇതൊക്കെ കണ്ട് നമ്മുടെ രാധികാമ്മ ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. ഗീതുക്കാണെങ്കിൽ വല്ലാത്ത വിഷമം തോന്നുന്നുണ്ട് കേട്ടോ, കാഞ്ചന ഇങ്ങനെ പ്രാന്തിയാണെന്നൊക്കെ വിചാരിക്കണ കാണുമ്പോൾ. ആ സമയത്ത് രേഖ പറയുന്നുണ്ട് ഗീതുവിനെ ചേർത്ത് പിടിച്ചിട്ട്, നോക്ക് കാഞ്ചന, എൻ്റെ ഗീതുവിന് ഒരു കുഴപ്പമില്ല, എല്ലാവർക്കും പ്രാന്തുണ്ട്, അതുപോലെ തന്നെ എല്ലാവരുടെ ഉള്ളിനുള്ളിൽ ചെറിയൊരു പ്രാന്തിയുണ്ട്, പക്ഷേ ഏറ്റവും കുറവ് അതുള്ളത് എൻ്റെ ഗീതുക്കാണ്, ഗീതുക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. ഗീതു പാപ്പക്ക് ഒരു കുഴപ്പമില്ലെന്ന് കാഞ്ചന പറയുമ്പോൾ, അതെ ഗീതുക്ക് ഒരു കുഴപ്പമില്ലെന്ന് രേഖ പറയുവാണ്. പക്ഷേ കാഞ്ചനയുടെ ഉള്ളിൽ ഇപ്പോഴും ഗീതു ആ പഴയ നാഗവല്ലി തന്നെയാട്ടോ. അങ്ങനെ നാഗവല്ലിയുടെ വേഷത്തിൽ നിൽക്കണം ഗീതുവിനെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.